നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയൊക്കെ എന്തെന്റെ കുടുംബത്തിൽ വന്ന് കേറിയോ? അപ്പൊ തുടങ്ങി എന്റെ കഷ്ടകാലം. സ്വസ്ഥതയും പോയി, മാനസികവും ശാരീരികമായിട്ട് തളർന്നു. എവിടെ ഇവരെല്ലാരും? അയ്യോ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, നിന്റെ കുടുംബത്തിൽ ഒരൊറ്റെണ്ണം നിന്റെ ശരീരത്തിൽ തുടരരുത്. എന്റെ ശരീരം തൊട്ടുപോരുത്. വിഷ്ണുവേട്ടാ, എനിക്ക് അറപ്പ്. ഈ പുഴുത്തട്ടെ കാണുമ്പോണ്ടാവുന്ന അറപ്പില്ലേ, അതുപോലെ തറപ്പാ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? വിഷ്ണുവേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഓ, കുടിച്ചിട്ടുണ്ട്. എന്ത്? നിന്നെയൊക്കെ മുന്നിൽ വന്നിട്ടേ നിന്റെ നാറിയ കുടുംബചരിത്രം പറയണമെങ്കിൽ ഏത് കുടിക്കാത്തവനും കുടിക്കും. വിഷ്ണുവേട്ടാ, കുടുംബശ്രീ ശാരദ 3 പെൺമക്കള്, അതിലൊന്ന് രക്ഷപ്പെട്ടു പോയി. അയ്യോ ഭാഗ്യം. നിന്റെയൊക്കെ കള്ളത്തരങ്ങളിൽ പെടാതെ അവള് മാത്രമേ രക്ഷപ്പെട്ടു പോയി. ബാക്കി രണ്ടുണ്ടല്ലോ, ഒന്നിന് മെച്ചോ. കുഞ്ഞേച്ചി അതിന് ചേർന്നൊരു അനിയത്തി. എന്നിട്ട് അവർക്ക് വേണ്ടി മാത്രം അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തുള്ളത അമ്മയും. വിഷ്ണുവേട്ടാ, നോണകൾ കൂട്ടി അമ്പാനാടുന്ന 3 വിചിത്ര ജീവികള്. മറ്റുള്ളവരുടെ മനസ്സ് തകർക്കാൻ അടുത്തുകൂടി രക്തം കൂട്ടി കുടിക്കുന്ന രക്തരക്ഷസുകൾ അതുങ്ങൾ പൂതട്ടു. ഒരു നേരുമില്ല, ഒരു നെറിയില്ല. ഈ സ്നേഹിക്കുന്നവരെ അറുത്ത് തിന്നുന്ന പിശാചുകൾ അതുങ്ങള്. ഓ എന്റെ ദൈവമേ, ഇത് വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? പൊള്ളുണ്ടോ? ശരിക്കും പൊള്ളുണ്ടോ? നിന്നെ പറയാനായിട്ടും നല്ലതേ നിന്നെ ജനിപ്പിച്ച തന്തേ പറയണതാ, ഗോപാലകൃഷ്ണൻ. വിഷ്ണുവേട്ടാ, കുടുംബവും നോക്കാതെ മക്കളെ നിലയ്ക്ക് നിർത്താതെ മാവേലി വരുന്ന പോലെ എപ്പോഴെങ്കിലും വന്നിട്ട് മക്കള് പറയുന്നത് മൊത്തം വേദവാക്കായി എടുത്തിട്ട് മൊത്തത്തിലേക്ക് വീഴും. വിഷ്ണുവേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അയാളുണ്ടല്ല, അയാൾ തരണ്ടി വാലോണ്ട് അടിക്കണം. അയാളെ തരണ്ടി വാലോണ്ട് നിന്റെ തന്തേനെ. സമൂഹത്തിന് മുമ്പിൽ വലിയ മാന്യം ചമഞ്ഞ് നടക്കണം അയാൾക്ക്. ഒരൽപ്പെങ്കിലും വിവരം നിങ്ങൾ പെൺമക്കൾക്ക് ഓതി കൊടുത്തിരുന്നെങ്കിലേ എനിക്ക് ഈ ഗതി വരുവടി. നിന്റെ കുഞ്ഞേച്ചി എടീ, അവളെ തകർത്തത് എന്റെ ജീവിതമാ, എന്റെ സ്വപ്നങ്ങളാ. ആരാണ് ഇതിന്റെ കുഞ്ഞേച്ചിക്കവൻ? ഭർത്താവാദം. അയ്യോ വിഷ്ണുവേട്ടാ, ഞാൻ വെള്ളം ഞാൻ വല്ലതും പറഞ്ഞു. പിന്നെ അവള് പറഞ്ഞ നുണകള് എടി ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കേണ്ടത്? നീയൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിന്നെ തൃപ്തിപ്പെടുത്താനെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? വിഷ്ണുവേട്ടാ, എന്താ തള്ളേട്ടല്ലോ ശാരദാബ, അവര് പറഞ്ഞ് പഠിപ്പിച്ചായിരിക്കും. വിഷ്ണുവേട്ടാ, അതൊക്കെയല്ലേ നീ പാടൂ കള്ളത്തരങ്ങള്. ഓ എന്റെ അമ്മോ, പെട്ടുപോയി. പെട്ടതാ ഒരു കൂട്ടം കള്ളികള്, എന്നിട്ടൊരു ഭൂലോക കള്ളനും താമസിക്കണ ഒരു കുടുംബശ്രീ ശാരദ അവിടെ അറിയാതെ പെട്ടുപോയി.
വിട്ടുപോയി. ഓ, വിഷ്ണുവേട്ടാ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു, ഒഴിഞ്ഞു പോവാ. അതുമില്ല നാശങ്ങള്. വിഷ്ണുവേട്ടാ എടി നാണം ഉണ്ടീ, നാണം. വിഷ്ണുവേട്ടാ നീയൊക്കെ എന്തെന്റെ കുടുംബത്തിൽ വന്ന് കേറിയോ? അപ്പൊ തുടങ്ങി എന്റെ കഷ്ടകാലം. സ്വസ്ഥതയും പോയി, മാനസികവും ശാരീരികമായിട്ട് തളർന്നു. ചുറ്റും നുണകൾ കൊണ്ടുള്ള കോട്ടയാ, കോട്ട. അതിന്റെ നടുവിൽ ഞാന് ശ്വാസം കിട്ടാതെ കൈകാലിട്ട് അടിക്കുക. ഏതാ സത്യം, ഏതാ നുണ, ഒന്നും അറിയില്ല. ഒരുപാട് സംശയം കൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ശാലിനി, സത്യ, അവളുടെ അച്ഛൻ അല്ലേ? ഇവർക്കെല്ലാം പിന്നിലുള്ള യഥാർത്ഥ സത്യം എനിക്കറിയണം. ഞാനും എന്റെ അമ്മയും ചോദിക്കുമ്പോഴൊക്കെ നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ അമ്മയും ഒക്കെ ഒളിക്കുന്ന രഹസ്യം അതെനിക്കറിയണം. അത് നിനക്കും അറിയാം, നിന്റെ കുഞ്ഞേച്ചിക്കും അറിയാം. പക്ഷെ നിങ്ങളൊന്നും പറയില്ല അല്ലേ? എന്റെ മരണം കാണാതെ നിങ്ങളൊന്നും പറയൂല. പറയില്ല. ഈ കുടുംബം ഉണ്ടല്ലോ, ഈ കുടുംബം തകർന്ന് തരിപ്പടാവാതെ നീ ഒന്നും വാ തുറക്കൂല. കാര്യം എന്താ അറിയോ? നീയൊക്കെ ഈ കുടുംബത്തിൽ വന്ന് കയറിയേക്കണതേ ഇത് തകർത്ത് ഇതിന്റെ അസ്ഥിവാരം തോണ്ടാൻ വേണ്ടിട്ടാ. അതെ, ഒരേ ഒരു അപേക്ഷയുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയണത് ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തീരും. ഒന്ന് കൊഴഞ്ഞു വീണാ പോരെ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആ കനലെറിയുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വന്ന് പറയാം. നിങ്ങൾ അമ്മയും മക്കളും കൂടിയിട്ടൊരു കുടുംബം വെണ്ണീറാക്കാൻ വേണ്ടിട്ട് മനസ്സിൽ സൂര്യ കൂട്ടി വെച്ചിരിക്കുന്ന യഥാർത്ഥ സത്യത്താത്ത് ഒന്ന് പറയണേ. എന്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കുക. അതുകൊണ്ട് കാല് പിടിക്കുക. ഒന്ന് പറയോ? പറയില്ല. നിന്റെയൊക്കെ ഹൃദയം ഉണ്ടല്ലോ, അത് സാധാരണ മനുഷ്യരുടെ ഹൃദയമല്ല. ഈശ്വരൻ നിനക്കൊക്കെ വേണ്ടി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.